ചില അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിൽ പെട്ടതാണ് അതൊക്കെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ദുആ നിൽക്കാനായി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇനി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉടനെ അത് കേൾക്കും. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം അറിയാം. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ. അറിയാം, നിക്കാഹ് കഴിഞ്ഞു, സിക്കർ റോൾ കൊടുക്കാനായി എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം പരിപാടിയിലേക്ക്. അതുകൊണ്ട് ഈ രണ്ട് ദുആ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 12 മാസത്തിൽ നിന്ന് 2 മാസം മാത്രമാണ് ഒരു മാസത്തിന് വേണ്ടി ദ്വരക്കണത്. ഒരു മാസത്തിന് വേണ്ടി 2 മാസം ദ്വരക്കാണ്. പരിശുദ്ധമായ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് തൗഫീഖ് പറഞ്ഞത്. എന്നാൽ ഈ അർത്ഥത്തിലുള്ള തൗഫീഖ് ഏക സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ അർത്ഥത്തിലുള്ള. അപ്പൊ തൗഫീഖ് എന്ന് പറയുന്നത് വലിയ സാധനമാണ്. നമുക്ക് അൽഹംദുലില്ലാ വീടുണ്ടാക്കാൻ തൗഫീഖ് വേണം, ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ തൗഫീഖ് വേണം, ബാപ്പനെ നോക്കാൻ തൗഫീഖ് വേണം, ഉമ്മനെ നോക്കാൻ തൗഫീഖ് വേണം, ഭാര്യയോട് നല്ല നിലയിൽ നിൽക്കാൻ തൗഫീഖ് വേണം, കുടുംബത്തിനോട് നല്ല നിലയിൽ നിൽക്കാൻ തൗഫീഖ് വേണം, എല്ലാത്തിനും തൗഫീഖ് വേണം. വെള്ളിയാഴ്ച അൽഹംദുലില്ലാ ഇവിടെ വന്നു, ഒരല്പനേരം ഞാൻ ഇരിക്കട്ടെ എന്ന് തോന്നാനും അവിടെ ഇരിക്കാനും നമുക്ക് തൗഫീഖ് വേണം. ശൈത്താൻ നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. ശൈത്താൻ ഇവിടെ നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. ശൈത്താന്റെ പേര് 2 സമ്മ ഖൈർ ദാക്ക ഖൈർ എന്നാണ് ശൈത്താന്റെ പേര്. ശൈത്താന്റെ പേരുണ്ട്, മുഹമ്മദ് പോക്കരി മഹമ്മദ് ഒന്നും അല്ലെങ്കിലും ഒരു പേരുണ്ട് അവർക്ക്, സമ്മ ഖൈർ ദാക്ക ഖൈർ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ദാക്ക ഖൈർ, അപ്പുറത്ത് ഇങ്ങനെ കാലും നീട്ടിയിരിക്കും, അവിടെ സുഖമുള്ള കാലിങ്ങനെ നീട്ടുമ്പോൾ തോന്നും ഇതിനെ കടന്ന് നമുക്ക് താഴത്തേക്ക് സൂക്കിലൂടെ ഒന്ന് കറങ്ങാം, അങ്ങനെ പോലും അതാക്ക ഖൈർ അല്ലേ. അങ്ങനെ സമ്മ ഖൈർ ദാക്ക ഖൈർ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. എപ്പോഴും നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകണം, ആ പണി നിൽക്കണം, ഇങ്ങോട്ട് വരണം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഗൾഫ് പോകണം, ഗൾഫ് പോകുമ്പോൾ നമുക്ക് ബഹ്റൈൻ നോക്കാം, ഖത്തർ കുവൈത്ത് വേറെ എവിടെയോ നിൽക്കൂല. അങ്ങനെയാണ് അവനിങ്ങനെ ദൗറായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഇത് തൗഫീഖ് ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ടത് എന്തിനാണ്? തൗഫീഖിന് വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഉംറ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര പണമുള്ള ആളുകളുണ്ട്, എത്ര പണമുള്ള ആളുകളുണ്ട്, പക്ഷേ ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾ, ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. പൈസ ലേറ്റല്ല. എൻ്റെ അനുഭവത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ PWയുടെ വർക്ക് ചെയ്യുന്ന ആളാണ്, റോഡിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ എല്ലാ കുറി എന്നോട് പറയും, ഉസ്താദെ ദ്വാരക്കണട്ടങ്ങൾ ഹജ്ജിന് പോവാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ട് മൂപ്പരോട് ചോദിക്കും, അല്ല നിങ്ങൾ ഹജ്ജിന് പോയോ? ഞാൻ പോയില്ല ഉസ്താദെ ഈ വർഷം, കാരണം എനിക്ക് 2 കോടി റുപ്യേന്റെ ബില്ല് പാസ്സായത് ആ ഹജ്ജിന്റെ ടൈമിലാണ്, ഞാൻ ഹജ്ജിന് പോയാൽ പൈസ കിട്ടൂല. പിറ്റത്തെ കൊല്ലം മൂപ്പരോട് ചോദിക്കും, പറയും അപ്പോഴും മൂപ്പർക്ക് പാസ്സായാലും അവിടെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ മൂപ്പരെ ബില്ല് പോയാൽ പാസ്സായാലും ഹജ്ജിന്റെ സമയത്താണ്. ഇയാൾക്ക് ഇതുവരെ ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു തൗഫീഖാണ്. പല ആളുകളും അപ്പൊ എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ട സംഗതി തൗഫീഖിനാണ്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോകാൻ അത്ര പൈസയൊന്നുമില്ല. ജിദ്ദയിൽ താമസിച്ച ആളുകൾക്കൊക്കെ ചെറിയ പൈസന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ പോവല. കുബിരിന്റെ ചോട്ടിൽ, പാലത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ എത്തുമ്പോൾ അവിടെ ചെക്ക് പോയിന്റ് ഉണ്ടാവും, അവിടെ ഇങ്ങനെ ആ പാലത്തിനോട് ചോദിക്കുമ്പോൾ ഫാൻ തസ്രീഹ് യാ മുഹമ്മദ്. എന്ത് തസ്രീ? ഒരു തസ്രീ ഉണ്ടാവില്ല. അല്ലാഹ് ഹജ്ജ് ഗ്രൂപ്പ് നമ്മളെ പേരന്നെ. എത്തും, എത്തിയില്ലെങ്കിൽ എത്തൂല. തൗഫീഖ് ഉണ്ടെങ്കിൽ അവിടെ എത്തും. അങ്ങനെ പാലത്തിന്റെ അവിടെ ഇങ്ങനെ എത്തുമ്പോൾ തസ്രീഹോടെ പേപ്പറോടെ മാഫി ജവറ കോട്ട ചിദ്ദീഖനെ ഒന്ന് തുടങ്ങും. അപ്പൊ ഒന്നും കൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ആണ്ട് ചെല്ലും, അൽഹംദുലില്ലാ. രണ്ടാമത് വീണ്ടും ഇങ്ങനെ വരും. അപ്പോഴും പോലീസുകാരൻ ചോദിക്കും ഫാൻ തസ്രീ മാഫി യാ അല്ലാഹ് ജവറ കോട്ടയാണ്. അങ്ങനെ 2-3 വട്ടം ഇങ്ങനെ കറങ്ങുമ്പോഴത്തിന് വേറൊരാൾ അവിടെ വരും. ഫാൻ തസ്രീ എന്ന് മൂപ്പരും ചോദിക്കും മാഫി യാ അല്ലാഹ് റസവ്യ ദുആ ഖലാസ് അൽഹംദുലില്ലാ. കോട്ടയൻ പോയിട്ട് ഹജ്ജിന് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം സുബ്ഹാനല്ലാഹ് ആണെങ്കിൽ ആ തൗഫീഖ് അവിടെ എത്തുകയാണ്. ഇത്ര മാത്രമുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്തും ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ട്, ഉംറക്ക് പോകാത്ത ആളുകളുണ്ട്. അപ്പൊ തൗഫീഖ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ടത് തൗഫീഖിനാണ്. എപ്പോഴും നമ്മൾ ദ്വാരക്കണം, പടച്ചോനെ തൗഫീഖ് കൊണ്ട് വീടുണ്ടാക്കാൻ നമുക്ക് തൗഫീഖ് വേണം. ആ ഉണ്ടാക്കിയ വീട്ടിൽ സന്തോഷത്തോടു കൂടെ താമസിക്കാൻ നമുക്ക് അൽഹംദുലില്ലാ തൗഫീഖ് വേണം. വീടില്ലാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു തആല നല്ല വീട് വെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വീട്ടിൽ കുറെ കാലം താമസിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അൽഹംദുലില്ലാ എല്ലാവർക്കും റാഹത്തോടുകൂടെ അവിടെ ചെയ്യാം. അപ്പൊ തൗഫീഖ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ തൗഫീഖ് അൽഹംദുലില്ലാ ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് പരിശുദ്ധമായ റമദാനു ശരീഫിൽ തറാവീഹ് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ കഴിയുള്ളൂ. നമ്മൾ റമദാന്റെ മുമ്പ് വയലൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഏതായാലും വേണ്ടില്ല, ഒരു ഖത്തം എന്തായാലും ഓതി തീർക്കണം എന്നൊക്കെ നിയ്യത്തൊക്കെ വെച്ച് അങ്ങനെ 1-ാമത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഒരു ജുസ് ഓതുക, 2-ാമത്തെ ദിവസം 2-ാമത്തെ ജുസ് ഓതുക, അങ്ങനെ 30 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഖത്തം എന്തായാലും തീർക്കണം. അങ്ങനെ ഓൻ റെഡിയാണ്. നല്ല ചാർജ് കിട്ടിയാൽ നേരത്തെ റമദാൻ മുന്നിരിക്കുന്നുള്ള വയലൊക്കെ കേട്ടപ്പോൾ നല്ല ചാർജായി തീരുമാനമെടുത്ത റമദാൻ 1 റെഡി, 2 ആയപ്പോൾ ഓൻ്റെ നോൽമ്പ് സൽക്കാരം വന്ന്. കാരണം പുതിയ അപ്പളാരൊന്ന് വിളിച്ചോലോ. അപ്പൊ പിന്നെ അന്ന് അത് ഓതാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നാളെ 2 ഓതണം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം തലക്കുന്ന ശരിക്ക് തുടങ്ങാം. ഇതിപ്പോ കഴിച്ചു പോയി. ഇനിയിപ്പോ 3 ജുസ് എന്ത് ചെയ്യുക, 2-ാം വട്ടം എന്ത് ചെയ്യുക, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ എത്ര ജുസ് ആയിന്ന് അങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും.
പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണായിട്ട് പൊക്കിയാൽ മതി. ഈ ദ്വാന്റെ ഒക്കെ ഇജാബത്ത് മരിച്ചൊന്നും വേണ്ട ആവശ്യമില്ല. ചിലവർ കരുതി ഇതൊക്കെ കബറിലാണ് അവിടെ എല്ലാ കളി നടക്കണേന്നാ. കളിയൊക്കെ ഇവിടെ തന്നെ നടക്കും. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ എത്ര ജുസ് ഓതി, എത്ര ദുആ, നിങ്ങൾ 58 ദിവസം വരുന്നിട്ട് ഇൻഷാ അല്ലാഹ് എത്ര ഖുർആൻ ഓതി, എത്ര തറാവി നിസ്കരിച്ച്. തറാവി തന്നെ എ സിയിൽ കൊടുത്തപ്പോൾ നമുക്ക് നടക്കുള്ളൂ. അല്ലാത്തടത്തൊക്കെ ആള് കമ്മിയാ, അല്ലാത്തടത്തൊക്കെ കമ്മിയാ. നാളെ പെരും തിരക്ക് പന്തൽ ഭയങ്കര ബൈക്ക്, ഞങ്ങൾ അവിടെ എ പി സ്റ്റാർട്ട് വന്നു, അതൊന്നല്ല അവിടെ എ സി വെച്ചതാ. അപ്പൊ അതുകൊണ്ട് എന്ത് തറാവിക്ക് അവിടെ ആളാണ്. അപ്പൊ അതുകൊണ്ട് പഴയ സിലബസ് ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല, ഒക്കെ പുതിയ സിലബസാണ്. ചിലവരൊക്കെ 8 പോകും, ചിലവർ 12 പോകും, ചിലവർ അങ്ങനെ 15 പോകും. ഓൽക്ക് ഇതിനോട് എതിരുണ്ടായിട്ടൊന്നുമല്ല, ചൂട് കൂടിയാ പിന്നെ എന്തായിട്ടുണ്ട്. എല്ലാവരും ആദ്യം 20 നിസ്കരിച്ച പോലെ തന്നെ മക്കത്തും മദീനത്തും പ്രശ്നമില്ല. അവിടെ 48 റക്അത്തായാലും ഒരു കുഴപ്പമില്ല, കാരണം സെൻട്രൽ എസിയാണ്, കംപ്രസറിന്റെ ഒച്ച വരെ കേൾക്കൂല. അപ്പൊ സുഖസുന്ദരമായി അവിടെ നിസ്കരിക്കാം. അപ്പൊ അതൊരു ഹിക്മത്താണ്. എല്ലാ ആളുകളും അൽഹംദുലില്ലാഹ് സന്തോഷത്തോട് ചെയ്യാം. അപ്പൊ എത്ര നമ്മൾ ഓതിയിട്ടുണ്ട്. ഇതൊക്കെ അൽഹംദുലില്ലാഹ് ചെയ്യുന്നതോടുകൂടെ ഏറ്റവും കൂടുതൽ ബറക്കത്ത്, ഇത് മാത്രം ഞാൻ പറയുന്നത്, ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ട് കൊണ്ടുകൊടുക്കുന്നത് റമദാൻ മാസത്തിലാണ്. എല്ലാം റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി നമ്മൾ എനിക്ക് തറാവി നിസ്കരിക്കുന്നുണ്ട്. തറാവി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി ഉസാറായിട്ട് നമ്മൾ കുടിക്കും. അൽഹംദുലില്ലാഹ് ചീര കഞ്ഞിയും എന്തൊക്കെ കഞ്ഞിയോ, എന്തെങ്കിലും വെറ്റില കഞ്ഞിയോ പല കഞ്ഞിയും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിച്ച് വെള്ളം നടക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് സുബഹിന്റെ മുമ്പ് നമ്മൾ എണീക്കും. അത്തായത്തിന് 3 മണി 4 മണിക്ക് റെഡി, ഒക്കെ റെഡിയാ. പഴയ കാലത്ത് അങ്ങനെ എണീറ്റ് അള്ളാഹ് അത്തായം കഴിക്കുമ്പോൾ എല്ലാം ചോറൊക്കെ തിന്ന് മുട്ടുമ്പോഴാണ് പിന്നെ പഴം കൂട്ടി കുഴക്കുക. കാരണം എന്താ അറിയോ, ബൈപ്പാസ് മോഡൽ പോകാനാണ് പെട്ടെന്ന്. പിന്നെ ഒരു തടവൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ പഴവും മുട്ടുമ്പോഴാണ് പിന്നെ അതിക്ക് പഞ്ചസാരയും നെയ്യും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു കുഴയുണ്ട്. അതിന്റെ സ്പീഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ പുതിയ ഉണ്ടാക്കുന്ന ഗ്രീൻ റോഡാ അല്ലേ, പുതിയ റോഡാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സ്പീഡായി പോയി. ഇതൊക്കെ പാടണം തിന്നിട്ട് പിന്നെ രാവിലെ പിന്നെ എന്തൊക്കെയാണെന്ന് അറിയില്ല. അത്തരക്കാരാകുന്ന ആളുകൾക്കാണ് നാവൊക്കെ ക്ലീൻ ആക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നോമ്പൊക്കെ മുറിഞ്ഞു പോകും. കാരണം കുറേ ശേഖന്മാർ അവിടെ നിന്ന് വിട്ട് പോരും. കാരണം അവിടെ സ്ഥലമില്ലേ, ഓൾക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടേ. ഇതൊക്കെ പാടെ നമ്മളെ വിട്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, സുബൈന്റെ മുമ്പ് എണീറ്റ് അത്തായൊക്കെ കഴിച്ച് ആ സുന്നത്ത് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ. നമ്മൾ വേറെ സുന്നത്തിനോടൊന്നും അങ്ങനെ അത്ര വലിയ താല്പര്യമില്ലെങ്കിലും അത്തായത്തിനോട് എനിക്ക് നിങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അവിടെ ഇപ്പം 3 ഈത്തപ്പഴം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ അങ്ങനെ നമുക്ക് ശരിയാവില്ല. ഈത്തപ്പഴം കുഴപ്പമൊന്നുമില്ല, വലിയ ഈത്തപ്പഴം ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ തൃക്കളാമി കിട്ടിയിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് അവല് സുബൈക്ക് ഉറങ്ങും ചെയ്യും. അല്ലാഹു അക്ബർ. ഇമാം ചിലവരൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ കാത്തിരിക്ക ബാങ്ക്. അതൊരു ബാങ്കാണ് കേട്ട ഉടനെ തന്നെ അത് ഫുള്ളാടിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, സുബൈക്കാണ് തക്ബീർ കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒറ്റ ഉറക്ക. അപ്പൊ റമദാനിൽ ഏറ്റവും കൂടുതൽ ബറക്കത്ത് നശിച്ച ആളുകളാണ് എല്ലാ ആളുകളും. ഇന്ന് സുബൈന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങിയ ആളുകൾ എത്രയുണ്ട്? ഒന്ന് കൈപ്പൊക്കാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതിലൊരു ഞാൻ മുഖം നോക്കിയിട്ട് ഒരു 80% സുബൈ നിസ്കരിച്ച അവ്വൽ വക്തിൽ ഉറങ്ങിയ ആളുകളാണ്. നിങ്ങൾ സ്വന്തം ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്വന്തം ഇങ്ങനെ ഇതെന്തിനാ മരിച്ചു പോകേണ്ട ആവശ്യം? ഇതിനെന്തിനാ മരിച്ചേണ്ട ആവശ്യം? ദുനിയാവിൽ നിന്ന് റിസൾട്ട് കിട്ടുമല്ലോ, എല്ലാ റിസൾട്ട് കിട്ടും. ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഇവന്റെ ഹജ്ജിന്റെ അള്ളാഹ് 7,20,000 റുപ്യ പ്രൈവറ്റിലും 5 ലക്ഷം റുപ്യ പിന്നെ ഗവൺമെന്റിലൊക്കെ കൊടുത്തു പോയ ആളുകളുടെ ഈ ഹജ്ജ് കബൂലായിക്കണോ ഇല്ലേന്ന് അറിയാൻ മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിച്ചെന്നാണെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് ഓന്റെ പ്രവർത്തനം നോക്കിയാൽ മതി. ഹജ്ജ് കഴിഞ്ഞിട്ട് ഓന്റെ പ്രവർത്തനം നോക്കിയാൽ മതി. ഹജ്ജ് കഴിഞ്ഞിട്ട് പ്രവർത്തനത്തിലൊക്കെ നേരത്തെ ഉണ്ടായ കുലുമാലൊന്നുമില്ല, ഒക്കെ ഉഷാറാണെങ്കിൽ അപ്പൊ നമുക്ക് തീരുമാനിക്കാം അൽഹംദുലില്ലാഹ് ഓന്റെ ഹജ്ജ് കബൂലായിട്ടുണ്ട്. റമദാൻ കഴിയുമ്പോൾ ശവ്വാൽ 1 വരുമ്പോൾ അങ്ങനെ അൽഹംദുലില്ലാഹ് താമരശ്ശേരി ചുരം കയറിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കുടിക്കാത്ത വെള്ളമൊക്കെ കുടിച്ചടാ ഞാന് എന്ന് പറയുന്ന കോലത്തിലാണെങ്കിൽ ഓന്റെ റമദാൻ സ്വീകരിച്ചുകണോ ഇല്ലേ എന്നതിൽ എന്താ തീരുമാനിക്കാൻ കാരണം? തീരുമാനിച്ചില്ല അല്ലേ? ആ കുലുമാലിനൊക്കെ മാറ്റം വരണം. റമദാൻ വരുമ്പോ, റമദാന് ശേഷം, റമദാനല്ല വേണ്ടിയത് അല്ലേ? ഇന്നാളെ ഒരാളുണ്ട്, നല്ല മസ്ലഹത്ത് പറഞ്ഞ ഒരാളാണ്, ഇയാൾ ഭയങ്കര മസ്ലഹത്തിന്റെ ആളാണ്. ആ മസ്ലഹത്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ രാത്രിയാണെങ്കിൽ പിന്നെ പകലാക്കണം എന്നുണ്ടെങ്കിൽ മൂപ്പര് പകലാക്കും. പക്ഷെ അപ്പൊ ഫുലൂസ് പൈസ ഉണ്ടെങ്കിൽ ഒക്കെ റെഡിയാവും. അങ്ങനെ ഇയാൾ കുട്ടികൾ പന്ത് കളിയിൽ കച്ചറ ഉണ്ടാക്കി ഭയങ്കര അടിപിടിയായി, അങ്ങനെ തച്ച ആളുകളൊക്കെ മുങ്ങി. തല്ലു കൊണ്ടുപോലെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പിന്നെ എന്ത് ചെയ്യാണ്, ഇവർക്ക് ഈ തച്ച ആളുകൾക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തല്ലി ആളുകൾക്ക് എന്ത് ചെയ്യണം, ഈ ആചാര്യത്തിൽ എന്നിട്ട് എന്ത് ചെയ്യണം, കേസൊക്കെ ഒന്ന് പിൻവലിച്ചിട്ട് തല്ല് കൊടുത്തവനും കിട്ടിയവനായിട്ട് മാറണം. അപ്പൊ ഇയാൾ ചെന്ന് അസ്സലാമു അലൈക്കും. അപ്പൊ ചെന്നപ്പോൾ ആചാര്യോടെ ഇവിടെ അല്ല, ആചാര്യ ഉംറക്ക് പോയതാണ് എന്ന പേര് 2 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരുന്ന. അങ്ങനെ തിങ്കളാഴ്ച എത്തിക്കണേ, രാവിലെ എത്തി ബെല്ലടിച്ച് അങ്ങനെ സലാം പറഞ്ഞ് എന്തേ മക്കളെ പോകുന്ന വെച്ച്, ഒന്നുമില്ല നമ്മളെ കുട്ടികളെ പന്തളിയിൽ അടി ഉണ്ടാക്കിയാണ്. അങ്ങനെ ഓലിപ്പോ അങ്ങനെ ഒളിവിലുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓലൊന്ന് രക്ഷപ്പെടുത്തണം. ഓല് തല്ല് കൊണ്ടോലും കിട്ടിയ ആളുകൾ വരണ്ട്, ഓല് തച്ചോലാക്കി മാറ്റണം എന്ന് പറഞ്ഞ്. അപ്പം ഇയാൾ പറഞ്ഞു ഇന്നിപ്പം ഇനി പറ്റൂല, ഒരു 3 ദിവസം കഴിയണം. പൊന്നാരാജ്യങ്ങൾ അങ്ങനെ പറയില്ലേ, കാരണം ഞങ്ങളിപ്പോൾ നിങ്ങളെ കാത്തു നിന്നിട്ട് 7 ദിവസം കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം ആവൂലേ, അത് പറ്റൂല. 3 ദിവസം കഴിയാതെ ഇനി പറ്റൂല. അതെന്തേ ആചാര്യ, ഞാൻ ഇപ്പം ഇന്നലെ ഉംറ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, ഇനി ഉംറ എന്ന് ഉറക്കണ്ടേ?
ഉംറന്ന് ഉറച്ചിട്ട് വേണ്ട അടുത്ത കുലുമാലിന് ഇവന്റെ ഉംറ അള്ളാഹ് കബൂലാക്കിക്കണോ അല്ലേ? അല്ല നിങ്ങൾ പറയും ഇതിപ്പോ പടച്ചവന്റെ അടുത്ത് പോകണോ? പോകേണ്ട ആവശ്യമില്ല. ഇവന്റെ ഉംറ സഹിയല്ല, അള്ളാഹ് കബൂലാക്കിയിട്ടില്ല. ഉംറ സഹിയാക്കാൻ അള്ളാഹ് കബൂലാക്കിക്കണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണുള്ളത്. അപ്പൊ നമുക്ക് ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം ചെയ്ത് അതിന് ശേഷമുള്ള പ്രവർത്തനം കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് കാണാൻ കഴിയും, എല്ലായിടത്തും കഴിയും. അതുകൊണ്ട് സുബഹിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് ഇന്ന് തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും ഇൻഷാ അള്ളാഹ് സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല, റമദാനായിട്ടൊന്നുമില്ല. പക്ഷെ റമദാനിൽ നിയ്യത്ത് വെച്ച് ഉറങ്ങാണ്. റമദാന് നിയ്യത്തൊക്കെ വെച്ചാൽ റമദാന് വരെ ഒരു മനുഷ്യനും സുബൈന്റെ ശേഷം ഉറങ്ങാത്ത മനുഷ്യനാണെങ്കിൽ സുബൈക്ക് നിങ്ങളൊന്ന് ഫോൺ വിളിച്ചു നോക്കുകയാണെങ്കിൽ 10 രാവിലെ വിളിക്കുക. നിങ്ങൾ നന്ന രാവിലെ വിളിച്ചു നോക്കി സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ഒന്നിനും കിട്ടൂല. ഓക്കെ, പിന്നെ കാണാൻ ഒരു 11 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. നിങ്ങൾ വിളിച്ചിനില്ല ഉസ്താദെ? ആ വിളിച്ചിന്, ഞാൻ ലേസൊന്ന് മയങ്ങീനി. റെഡിയായി. ഉറങ്ങുക അറിയുമ്പോഴല്ലോ പ്രശ്നം. ഒന്ന് മയങ്ങീനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് SLC തോറ്റിനോ? ഇല്ല, തോറ്റിട്ടില്ല, ഒരു വിഷയത്തിൽ പോയിന്, അങ്ങനെ പറയാം. +1 എങ്ങനെയുള്ള ഒരു വിശ്വാസമാണ്. 2 സബ്ജക്ട് പോയി ഉസ്താദ്, പ്രശ്നമില്ല, അടുത്ത മാസം പോയി എന്തിന്റെ വീണ്ടെടുക്കാൻ ടൈമുണ്ട്. സുആലും ജവാബും പ്രശ്നവും പരിഹാരമൊക്കെ ഒന്നെ പറഞ്ഞു. അപ്പൊ ഈ പ്രായമായ വാപ്പാക്ക് പിന്നെ എന്തായിക്കോട്ടെ, അൽഹംദുലില്ലാഹ് പോയിട്ടല്ലേ ഉള്ളൂ, തോറ്റിട്ടില്ലല്ലോ. ഇതിന് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്താ പിന്നെ പറയാ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾക്ക് എന്നും പ്രശ്നമാണ്. ഞാൻ ഗൾഫിൽ അൽഹംദുലില്ലാഹ് നമ്മൾ താമസിച്ചിരുന്നിടത്ത് നമ്മളെ റൂമുണ്ട്. ഈ റൂമിൽ എന്നും ഒരു ബെഡ് കാലിയാണ്. എന്തുകൊണ്ടാ? സുബൈക്ക് എണീക്കണം, അതുപോലെ TV ഉണ്ടാവില്ല. എന്നാൽ ഞാൻ പറയട്ടെ ഉസ്താദേ, പെണ്ണുണ്ട് കണ്ട് പിന്നെ കാണാൻ പിന്നെ ആലോചിച്ച് പറയാന്നതിൻ്റെ അർത്ഥം പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ സുബൈക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. നമുക്ക് ദാരിദ്ര്യമുണ്ടാകുന്ന ഒരു കാരണത്തിൽപ്പെട്ട ഒന്നാണ് എന്ത്? ദാരിദ്ര്യമുണ്ടാകുന്ന ഒരു കാരണത്തിൽപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ സുബൈന്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾ. ബറക്കത്തുണ്ടാവൂല, ഒരിക്കലും ബറക്കത്തില്ല. കോഴിയിലും കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി, ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി. എത്ര കോഴികൾ കൊറോണ സമയത്ത്, കോവിഡ് സമയത്ത് കോയിനെ കിട്ടാൻ നിട്ടില്ലല്ലോ, കന്നിനെ കിട്ടാൻ നിൽക്കണം. കാരണം വണ്ടി ഇങ്ങോട്ട് വരാന്നപ്പോ. പക്ഷെ കോയിനെ ഒരു ദിവസം പോലും കിട്ടാൻ നിട്ടില്ല. നല്ല കോഴി തിന്ന ടീം നമ്മളപ്പളാ. ചിലവരൊക്കെ പെണ്ണുങ്ങളൊക്കെ ശരിക്ക് കൂടിയത് അന്നാ അല്ലേ? ആ കോവിഡ് കഴിഞ്ഞിങ്ങനെ പ്രസവം കൂടിയെന്നാ. കാരണം എല്ലാവരും കറക്റ്റായിട്ട് അവിടെ ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ത്വലാക്ക് നടന്നത് എവിടെയാണ്? നിങ്ങൾ എവിടെയാ? കോവിഡ് സമയത്താണ് ത്വലാക്ക് നടന്നത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിൽ ഏറ്റവും കൂടുതൽ ത്വലാക്ക് നടന്ന ചൈനയാണ്. വെബ്സൈറ്റ് ഹാങ് ആയി എന്നാ പറഞ്ഞേ. ആളുകൾ ക്യൂക്കാണ്, ത്വലാക്കല്ല വെബ്സൈറ്റിലാണ്. ഓക്കെ, നമ്മളും അങ്ങനെയൊക്കെ തന്നെ കരപ്പം നോക്കാൻ അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിൽക്കാവും എല്ലാ സംഗതിയും ഒന്ന് തന്നെയാണ്, ഓഡിറ്റോറിയാണ്. ഇനിയിപ്പോ മരണം കൂടി ഞാൻ ഓടിച്ചു കൊടുത്ത് കണക്കിയാൽ മതി. അല്ല, പെരപ്പാവില്ലല്ലോ, പോരാ. അതുകൊണ്ട് ഇനി മരിച്ചതിനും കൂടി എന്ത് ചെയ്യാം? റൂഹ് ഇങ്ങനെ പോകാൻ നിൽക്ക്, പടച്ചോനെ ഓഡിറ്റോറിയം വേഗം പമിച്ചൊക്കെ മേമാക്കൊക്കെ ഉണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് മരിപ്പിച്ച. എന്നാൽ പിന്നെ ഒന്നും എരപ്പാവൂല. ഇനി അത് മാത്രമേ ഉള്ളൂ. ഓഡിറ്റോറിയത്തിന്റെ ആളുകൾ പണങ്ങൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ശറഈയായ രൂപത്തിൽ അത് ചെയ്യാൻ കഴിയണം. എന്നാൽ ഒരു കുഴപ്പമില്ല. ആണിന് വേറെ പെണ്ണിന് വേറെ. ഇപ്പൊ ആളുകൾ ഇങ്ങനെ ഇരിക്കും, ഇതേ മുകളിൽ പെണ്ണുവാണെങ്കിൽ കുത്തിരിക്കാൻ നിൽക്കാനങ്ങനെ മട്ടമുണ്ട്. അതിനേക്കാൾ നല്ല ബ്രേക്ക് ഡാൻസ് എടുക്കുക. എന്നാൽ പിന്നെ മട്ടം കിട്ടുമല്ലോ വിഷയത്തിന്. ഇതൊക്കെയാണ്. എന്നിട്ട് പിന്നെ അതിലൊന്നില്ല, ഓരോ കുടുംബജീവിതത്തിൽ ഒരു റായത്തില്ല, തൊലാക്ക് പിന്നെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് സുബഹിന്റെ ശേഷം നമ്മൾ ഉറങ്ങരുത്. കോഴിയിൽ അള്ളാഹു തആല ബറക്കത്ത് കൊടുത്തു, കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് കൊടുത്തു, ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് കൊടുത്തു. ഇതിന്റെ വിശദീകരണം മഹാന്മാര് പഠിപ്പിക്കുന്നു. സുബഹിയുടെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് കോഴികൾ. പഴയ കാലങ്ങളിൽ അലാറം അടിക്കുന്ന ക്ലോക്കുകളൊന്നും വീട്ടിലില്ല. നല്ല പൂവൻ കോഴികളുണ്ടാവും, വലിയ കോഴികളുണ്ടാവും. ആ കോഴിയുടെ കൂവൽ ഇങ്ങനെ കേൾക്കുമ്പോൾ പറയും, അള്ളാ അങ്ങീരെ പാത്തും താത്താന്റെ കോഴി കൂവി, അത്തായത്തിന്റെ സമയമായി, അതന്നെ സമയവും. അതുകൊണ്ട് സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് കോഴികൾ. അതുകൊണ്ട് കോഴിയിലും കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി. ഉണ്ടോ? ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 ഉണ്ടാവും. കാക്കച്ചി പിടിച്ചാൽ ഞാൻ മതി, കാക്കച്ചി പിടിച്ചില്ലെങ്കിൽ 10 മക്കളുണ്ടാവും. എന്നാൽ കുറുക്കന്മാരുടെ മക്കളിലും അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടില്ല. എന്തേ കാരണം? സുബഹി വരെ തെണ്ടി നടക്കും കുറുക്കന്മാർ. അസ്വലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് നിസ്കാരം എന്ന് പറയുമ്പോൾ കുറുക്കം എന്താ പറയാ? അന്നൗമു ഖൈറും മിനസ്സലാത്ത്, നിസ്കാരത്തിനേക്കാൾ ഏറ്റവും ഉത്തമം ഉറക്കമാണ്. കണ്ടോ? അതുകൊണ്ടാണല്ലോ ബാങ്ക് കേൾക്കുമ്പോഴാണല്ലോ ഒരു കൂക്കല്. ഇവിടെ കണ്ടാവും കാടിലോടത്തൊക്കെ. എന്താ ഈ ബാങ്ക് കേൾക്കുമ്പോൾ? ടെക്സ്റ്റൈൽസിന്റെ പരസ്യം പോകുമ്പോ, പന്തലിന്റെ പരസ്യം പോകുമ്പോ കൂക്കണില്ല കുറുക്കന്മാര്. അല്ലാതെ കാണാൻ ഇങ്ങനെ കൂക്കണം. ബാങ്ക് കേട്ട് കേട്ടാ കാണാൻ ഒച്ചപ്പാടിന്റെ കാരണം ഇബിലീസ് ഓടിപ്പോകുമെന്നാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഇബിലീസ് ഓടുമ്പോ ഇവലല്ലേ പുലാമാരൊക്കെ തട്ടിത്തിരിച്ച് പോവാണ്. അപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്, ഇബിലീസ് മണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഒരാൾ ദേഷ്യം പിടിക്കുന്നവന്റെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കാനാ പറഞ്ഞ് അല്ലാഹു അക്ബർ. പടച്ചോനെ ചെയ്താം. പെണ്ണുങ്ങൾ ഇനി എന്ത് ചെയ്യാ? ദേഷ്യം ഇങ്ങനെ പിടിക്കുമ്പോൾ, പുതിയാപ്പള ദേഷ്യം പിടിക്കുമ്പോ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്താൽ അങ്ങനെ ഒന്നുകൂടി ബരടിക്കടക്ക് കിട്ടും. തീരെ പരിചയമില്ലാത്ത കൗമിനോട് ബാങ്ക് കൊടുക്കാൻ പോകണ്ട, കുറച്ച് വിട്ടെന്ന് കൊടുത്താൽ മതി.
ചോട്ടിൽ തന്നെ കൊടുക്കേണ്ട, കുറച്ച് അപ്പുറത്ത് കൊടുത്താൽ മതി അല്ലേ. എന്നാള് ഒരു ചങ്ങായി എന്തില്ലേ ഒരു ചങ്ങായി തുടരാൻ പോയി. ഉഹ്രാൻ നിസ്കരിക്കാൻ പള്ളിയിൽ നാട്ടിലെ മുത്തവല്ലിന്റെ മകനെ പെണ്ണെട്ടിയാളാണ്. മുത്തവല്ലിന്റെ മകനെ പെണ്ണെട്ടിയാണെന്ന് അറിയാം. ഓ മഗ്‌രിബിക്ക് സക്കാത്തിന് പോയതാ. അവിടെ തല കുപ്പായ കെട്ട് അള്ളാ മുത്തവല്ലിന്റെ പുയ്യാപ്പള വന്നിക്കണ്. അങ്ങനെ ഓ ആദ്യമായിട്ട് പോച്ചു. പക്ഷെ എന്നപ്പത്തിന് ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ ഒറ്റക്കാൻ നിസ്കരിക്കണം. അപ്പൊ വേറെ രണ്ടാൾ എന്നിട്ട് എന്ത് ചെയ്തു, വേഗം ചെന്നു അള്ളാ നമ്മളെ മുത്തവല്ലിന്റെ മകനാണ്, മരുവനാണ്, നമുക്ക് പോയി ഓനോട് തുടരാം. അങ്ങനെ ചെന്ന ഒരു ചെറിയ തോണ്ടൽ വണ്ടി എന്ത് ചെയ്ത് തോണ്ടി, ഞാൻ മാമാക്കാന്റെ പുയ്യാപ്പളയാണ്. ഈ തോണ്ടി എന്തിനാ? പടച്ചോനെ നെയ്യത്ത് മാറ്റാനാണ്. നെയ്യത്ത് മാറ്റി ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇമാമൻ എന്ന് കരുതിക്കോ. ഞങ്ങൾ മായൽ ഇമാമി ഇവിടെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് എത്തുള്ളൂ. ലൈറ്റ് കത്താൻ ബൾബാടെ ഫിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ബൾബ് ഇങ്ങനെ കൊണ്ടുപോയല്ലോ, ഇവിടെ കൊടുക്കണം മായൽ ഇമാമി എടാ. അപ്പൊ റെഡി, അപ്പൊ ലൈറ്റ് കത്തും. അപ്പൊ 27 കൂലി കിട്ടും. ഇതിനെ പേര് തോണ്ടി. പക്ഷെ ഇപ്പം ജീവിതത്തിൽ ആദ്യത്തെ ഇമാമെന്നാണ്. അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ മാമാക്കാന്റെ മരുവനാ, ഞാൻ പരിചയമില്ലാതെ തല്ലരുത്. അതെത്തോ. അതുകൊണ്ട് പരിചയം വേണം. അതുകൊണ്ട് ഭാര്യന്റെ ചോട്ടിൽ പോയി ചോട്ട് കൊടുക്കുമ്പോഴും ഭാര്യ ഭർത്താവിന്റെ ചോട്ടിൽ ബാങ്ക് കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ ബാങ്ക് കൊടുക്കണം. അപ്പൊ പോകും. നമ്മൾ നല്ല ചില ആൾക്ക് ഭ്രാന്തുള്ള ആളുകളൊക്കെ മന്ത്രിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കുമ്പോൾ ഇളകാൻ തുടങ്ങും. മന്ത്രിക്കാനുള്ള സംഗതി മന്ത്രിച്ചിങ്ങോട്ട് തുറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിലിങ്ങോട്ട് ഇളകാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് സുബഹിന്റെ ശേഷം അതുകൊണ്ട് കുറുക്കന്മാരെ മക്കൾ അല്ലാഹു ബർക്കത്ത് കൊടുത്തില്ല. എത്രണ്ണുണ്ട്? ഒരു പ്രസവത്തിൽ 8 എണ്ണം 7 എണ്ണൊക്കെ പ്രസവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആരും ആടിനറുത്ത് തിന്നണില്ലല്ലോ. ആടിനറുത്ത് തിന്നാന്നിട്ടും എന്താ ഒറ്റ കുറുക്കന്മാർ നമ്മൾ വല്ലാതെ കാണില്ലല്ലോ. ഒരു റിവായത്ത് പ്രകാരം ഓലെന്നെ തിന്നുന്നുണ്ട്. ഒരു റിവായത്ത് പ്രകാരം എന്തായാലും അവർ നശിച്ചു പോകുന്നുണ്ട്. ഏതായാലും പുറത്ത് പോലെ എന്താണില്ല. ഓരോ കുറുക്ക 8 എണ്ണം വെച്ചാൽ 10 അമ്പേണായി. സുബ്ഹാനല്ലാഹ്. കുറുക്കന്മാരെ കൊണ്ടേക്കാരം ഓലെങ്ങനെ അറക്കാനെങ്ങാനും 10 വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഫുള്ള് ദിവസം നോമ്പറക്കാൻ അതന്നെ ആക്കാം അല്ലേ സാനിഷ്ട. പക്ഷെ ബർക്കത്തില്ല. അതുകൊണ്ട് കോഴിയിലും അള്ളാഹു ബർക്കത്ത് നൽകി. അതുപോലെ കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകി. ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകി. എന്നാൽ ആർക്ക് ബർക്കത്ത് ചെയ്തിട്ടില്ല? കുറുക്കന്മാരിൽ. എന്നാൽ ആ കുറുക്കന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണോ നിങ്ങൾ? ഞങ്ങൾക്കും ബർക്കത്ത് ഉണ്ടാവില്ല. അതിന് 313 തങ്ങന്മാർ കുറ്റിയടിച്ചിട്ടും കാര്യമില്ല. അല്ല, എല്ലായിടത്തും അടിച്ച് എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റി അടിച്ചാൽ പറയാത്തായി. അൽഹംദുലില്ലാഹ്. നമ്മളോ ഇനിയിപ്പോ ഒരു കുറ്റി പഠിച്ചിട്ട് കയറണില്ലെങ്കിലോ ആ തങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ തങ്ങൾക്ക് പോയപ്പോൾ ആ തങ്ങളടിച്ച് പേരെ കട്ടിൽ വെച്ചൊന്നുമില്ലേ. നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഒരു ഭക്ഷണത്തിനുണ്ട് ഒരു പരിക്ക്. ആ ഭക്ഷണത്തിന് കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞു, തങ്ങളപ്പാ നമ്മളിപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന് വെറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല, നമ്മൾ 2 തരാനുള്ള പരിപാടി വെച്ച്. അല്ല ഉസ്താദേ, നമ്മൾ ഈ പോരണ്ടാക്കിയിട്ട് 5-6 മാസമായി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ കച്ചവടം നടക്കണില്ല. നോളേജ് സീറ്റിൻ്റെ ഇതൊക്കെ ഞാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. കുറേ ഫുലമാരുണ്ട് ഇവിടെ. അങ്ങനെ വാങ്ങിയിട്ട് ഒറ്റ ഒന്നും കച്ചവടം നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ചങ്ങായി ഓൻ്റെ അടുത്ത് പോയപ്പോൾ ഓൻ പറഞ്ഞ് പൊരൻ്റെ അളവൊന്ന് നോക്കണം എന്നാണ്. പൊരക്ക് 3 അളവുണ്ട്: ഉത്തമം, മധ്യമം, അധമം. 3 അളവുണ്ട്. അതേ പറഞ്ഞുള്ളൂ. ബാക്കിക്ക് വേറെ പൈസ വരണം. ഇങ്ങനെ കണ്ടിരിക്കുക അല്ലേ. ഉത്തമം, മധ്യമം, അധമം 3 അളവുണ്ട്. ഉത്തമത്തിലാണെങ്കിൽ കുഴപ്പമില്ല. മധ്യമത്തിലാണെങ്കിൽ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് പോകും. അധമത്തിലാണെങ്കിലോ കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കൂല. മറ്റേ മധ്യത്തിലാണെങ്കിൽ ഇടക്കൊക്കെ ഓരോ കച്ചവടം നടക്കും. അപ്പൊ ഇയാൾ ഇവന്റെ പുര ഒന്ന് അളന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉത്തമത്വം മധ്യത്തുമെന്നാണ് വിട്ടും ചെയ്തിക്കണ്. അധമത്തൊക്കെ എത്തിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടാ. ഉത്തമത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം. ഇല്ലെങ്കിൽ മധ്യത്തിലാണെങ്കിൽ കുറച്ച് കുറക്കും വേണം. എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം പൊളിച്ചണം എന്ന് പറഞ്ഞ ഇയാൾ സുബ്ഹാനല്ലാഹ്. നിലവിൽ ഇപ്പോൾ അയാൾക്ക് 5 ലക്ഷം കടമുള്ളൂ. പക്ഷെ പൊളിച്ച് മാറ്റാൻ പറഞ്ഞതോ LED ബൾബ് തോനെ വെച്ച സ്ഥല അങ്ങനെയുണ്ട്. അപ്പൊ അത് പൊളിച്ച് മാറ്റണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ചെലവാ. അപ്പൊ 5 3 8. പിന്നെ ഈ ചങ്ങായിക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ പറയണില്ല. അപ്പൊ അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇവങ്ങനെ ഇതിലിങ്ങനെ ആകെ കൺഫ്യൂഷനായി നിൽക്കുക. അപ്പോഴാണ് അവിടെ ഒരു സ്വലാത്ത് വാർഷികം വരുന്നത്. അപ്പൊ എന്നാൽ തങ്ങൾക്ക് ചിലവ് അമ്മോടെ തന്നെ. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കുക. പിന്നെ അപ്പൊ ജോലിർത്ത് വാ, നമ്മൾ 2-3 കാര്യം ചോദിക്കട്ടെ. ഞാനോട് കറക്റ്റ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നെഫ്സിനോട് ചോദിക്കണ്ട, ഞാൻ ചോദിക്കണമൊക്കെ റെഡിയാണെന്ന് വെച്ചാൽ. അപ്പൊ പ്രശ്നത്തിന് പരിഹാരമാവും. അങ്ങനെ ഇവന് ഒതൊക്കെ എടുത്ത് നമ്മുടെ കളവ് പറയാൻ പാടില്ല. വേദന എന്ന് പറഞ്ഞാൽ തലവേദനയും വേദനയാണ്, കാലുവേദനയും വേദനയാണ്, ഊരവേദനയും വേദന. ഏതെങ്കിലും വേദനയുടെ ഗുളിക എടുത്തിട്ട് മറ്റേ വേദന കുറിച്ചാൽ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സത്യം മാത്രമേ പറയാൻ ഉസ്താദെ, സത്യം പറയുള്ളൂ. ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ഇന്ന് സുബൈ സ്കെച്ചെന്ന് ചോദിച്ചു. ഇന്ന് സ്കെച്ചില്ല ഉസ്താദെ. ഇന്നലെ വെച്ചു, ഇന്നലെ നിസ്കരിച്ചില്ലാണ്. മിനിഞ്ഞാന്ന് വെച്ചു, ഞാൻ നിസ്കരിച്ചില്ല. പിന്നെ എന്ന് നിസ്കരിച്ചോ? ഞാൻ കുടിയിരിക്കല്ല നിസ്കരിച്ചാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ അളവ് ഇപ്പം ഞാൻ അളക്ക് വെച്ചു. അല്ല, അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരണല്ലോ. എന്നും നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ്, ഇടക്ക് നിസ്കരിച്ചാണെങ്കിലും മദ്യത്തിലാണ്, തീരെ നിസ്കരിച്ച ആദമച്ച് പദമത്തിലുള്ളത്. അതുകൊണ്ട് ഒരളക്കണേന് മുമ്പ് അന്നം നടക്കണം എന്നാണ് തീരുമാനമായി. നിങ്ങൾ നടന്നു നോക്കണേ. അല്ല, നിങ്ങൾ നടന്നു നോക്കി. നിങ്ങളെ ഇതിങ്ങനെ ദ്വേർക്കാൻ പറയും ലിസ്റ്റിൽ. പഠിച്ചോനെ എനിക്ക് പുരപ്പണി പൂർത്തിയാവണം, ദ്വേർക്കണം. ഈ ദ്വ കഴിഞ്ഞ് പുര കയറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം സ്വലാത്ത് വാർഷികത്തിനാലും ആ പുര വിൽക്കാനാ ദ്വേർക്കാൻ പറയണേ. കാരണം എന്താ? അത്രയും ലോൺ എടുത്തുക്കണം. അത്രയും ലോൺ എടുത്ത്. ഇവിടെ ഇപ്പോൾ മൊബൈൽ തന്നെ ലോണത്തിലാണ്. മൊബൈൽ തന്നെ ലോണാണ്. iPhone 17 ഇറങ്ങിയോ ഓനെ എന്ത് മറുപടി അങ്ങനെ കുടുങ്ങിച്ചിട്ട് ഉണ്ടാകത്തിരിക്കാമോ അല്ലേ? സുബ്ഹാനല്ലാഹ്. 16 നോക്കി. ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലുക. 1000 റുപ്യ അതിൻ്റെ ഒരു എഴുത്തൂലുണ്ട്. അതന്നെ മതി ഒഴുത്ത്. നിങ്ങൾ അതിൻ്റെ പേരെത്താ എത്തൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവന് നിങ്ങൾ നിൽക്കുക, പൊളിച്ചാൽ നിൽക്കുക. അപ്പോഴും കേടായിരിക്കാം.
സുബ്ഹാനല്ലാഹ്, പൊരക്ക കേട്, ഓന് കേടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആർക്ക് കേട്? പൊരന്റെ അളവോ കേട് എൻ്റെ അളവ്? ഞാൻ പൊരന്റെ അളവ് നന്നാക്കണേ മുമ്പ് എൻ്റെ അളവ് നന്നാക്കണം. എപ്പോഴും നമ്മളിങ്ങനെ കാലത്തിനെ കുറ്റം പറയും. വൽ ഐബു ഫീനാ, കേട് നമ്മളില. വമാലി സമാനിനാ ഐബുൻ സിവാനാ, കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല. ആർക്കാ കുഴപ്പം? ഞമ്മക്കാണ് കുഴപ്പം. പൊരയില് പൊരന്തേത് വെട്ടില് ശരിക്കും വെച്ചിട്ടുണ്ടല്ലോ, തേപ്പ് ശരിക്കും കിടന്നിട്ടുണ്ട്, പൊട്ടിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ സുബഹിസ്കരിക്കൂല. അപ്പൊ അതിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അൽഹംദുലില്ലാഹ് അത് വേണം. അതുകൊണ്ട് സുബഹിന്റെ ശേഷം ഏറ്റവും നമ്മൾ ചെയ്യണം, ഒരിക്കലും സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങണം എന്നുള്ള ആളുകൾ സൂര്യൻ ഉദിച്ചതിനെ ശേഷം, അതിനാണ് ഫജ്ർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി ഉണ്ടാവും കലണ്ടറിൽ, ഉദയം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഒന്ന് നോക്കോണ്ടി, കലണ്ടറിൽ ഉണ്ടാവും, മർക്കസിന്റെ കലണ്ടറൊക്കെ ഉണ്ടായി, എല്ലാവരും നോക്കുക, അത് കൂടി നോക്കുക. ഇനി സുബഹി നോക്കിയിട്ടില്ലേ മാറ്റില്ല, അത് നോക്കിക്കണ്ടി, നല്ലൊരു തീരുമാനം. ഒറ്റ നോട്ടം നോക്കിയാൽ മതി, രണ്ടു വാക്ക് നോക്കണം, അതിന്റെ ഇടയ്ക്ക് സ്കെച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ചെയ്യും. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഉറച്ച ഒന്നും ഉറങ്ങരുത്. ഉറങ്ങണവരും ഇങ്ങനെ ഉറങ്ങുമോ? ഈ റമദാൻ മാസത്തിൽ മൊത്തം ഉറങ്ങും, പെണ്ണുങ്ങളൊക്കെ ഉറങ്ങും. അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, രാവിലെ ചായ ഉണ്ടാക്കാനില്ലല്ലോ, ഒറ്റുറങ്ങാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒറ്റുറങ്ങാം. പിന്നെയോ രണ്ടാമതോ, ആ വീട്ടിൽ തന്നെ പാത്രം കഴുകോ? ഇല്ല. രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്താ ഉണ്ടാകുക? ഇത് എപ്പോഴാണ് നടക്കല്? റമദാനില്. കാരണം നോമ്പ് പറക്കുന്ന സാധനം നമ്മളെ മാറ്റുന്ന ക്ഷീണമുള്ള പോലെ പോലും കഴിക്കൂല, റെഡി പുറത്തേക്ക് മാറ്റും. പിന്നെ തറാവി കഴിഞ്ഞിട്ട് ഒരു ചീര കഞ്ഞി, ആ കയ്യിലും കെട്ട് അച്ചാറിന്റെ ചെറിയ പാത്രം മാറ്റി വെച്ച്, പിന്നെ അത്തായത്തിന് അടുത്ത പ്ലേറ്റ് എടുക്കും. ഇതൊക്കെ പാടെന്ത് ചെയ്യും? സുബഹിയാകുമ്പോൾ അതിന്റെ മുമ്പ് ഒരു വലിയ പാത്രത്തില്ലെങ്കിൽ സിങ്കിലൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനമുണ്ട്. പഴയ മാതിരിയല്ല, ഒരു സാധനം വലിച്ചാൽ വെള്ളം പോകും, അല്ലെ? എന്തായാലും പറയും, പേരറിയില്ല, ഞാൻ പിന്നെ എൻ്റെ മലയാളെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് താത്തിയാൽ റെഡിയാണ്. അപ്പൊ അതിൽ വെള്ളം നോക്കും. ഇതൊക്കെ വെള്ളം ഞാൻ നിറച്ച് എന്തിനറിയോ? കുതിരാൻ. രാവിലെ 9 പക്ഷം എന്നിട്ട് 9:30-10 മണി വരെ സുബഹിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയിട്ട് സുബ്ഹാൻ എണീറ്റ് പിന്നെ പാത്രം കഴുകൽ തുടങ്ങണം. പിന്നെ ഇവിടെ പൈസ ഉണ്ടാവുക. പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്തിരിപ്പൊടി തീരാത്തത് ഉസ്താദെ? അത് റജബിലും ശഅബാനിലും വരുന്നോണ്ടാ. നോമ്പറക്കലിന് പഴം പൊഴിഞ്ഞ കേസ് ഉണ്ടാവില്ല. ഉള്ളവരെ കൈപ്പൊക്കെയായിരുന്ന ഇന്ന് ഓൻ്റെ ദുആ കബൂലായിട്ടില്ല. നമ്മളെ രാവിലെ വീട്ടിൽ ഏതെങ്കിലും പഴം പൊങ്ങിയതും ഔല വെച്ചുണ്ടെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളോട് ചോദിക്കുമല്ലോ, എത്താണ് ഇന്ന് ഔല വെച്ച്? അത് ഇന്നലെ അരിപ്പൊടി കഴിഞ്ഞ് നിങ്ങളോട് പറയാൻ മറന്ന്, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എന്തായില്ല, നിങ്ങൾ മറന്നു വന്ന്. അതുകൊണ്ടാണ്. എന്നാൽ റമദാൻ മാസത്തിൽ നോമ്പറക്കാൻ ഏതെങ്കിലും വീട്ടിൽ എന്ത് ചെയ്യോ? പത്തിരി ഇല്ലാത്തതുണ്ടാവും. ഒരു മാസത്തിനുള്ള ഒക്കെ റെഡിയാണ്. അതുകൊണ്ടാണ് റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്ത് റമദാനിലേക്ക് എത്തിക്കണമേ. ആ ബറക്കത്ത് ഉഷാറുണ്ടെങ്കിൽ ചൊവ്വാലും ഉണ്ടാവും. ചൊവ്വാൽ 15 പത്തിരിപ്പൊടി. എന്താണ് പത്തിരിപ്പൊടി പറയാത്ത ജി? കഴിഞ്ഞിട്ടില്ലേ? പടച്ചോനെ എന്താ ഭയങ്കര ബറക്കത്ത് റമദാൻ ഉണ്ടാക്കിയ അത് ദ്വാൻ മട്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ പെണ്ണുങ്ങളോട് പറയാ, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി പ്ലേറ്റൊക്കെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കഴുകണം. പെണ്ണുങ്ങളെ മാത്രം പണിയല്ല അത്, നമുക്കൊന്ന് കൂടി കൊടുക്കാം. നമ്മളിങ്ങനെ വാട്സപ്പ് കളിച്ചാൽ ഓളിങ്ങനെ പാത്രം കഴിക്കുക, എന്നിട്ട് ആ മേക്സൊക്കെ ഇങ്ങനെ നനച്ചിങ്ങനെ വന്നാൽ നിങ്ങൾക്കും തന്നെ റായത്താ, ഓക്കും റായത്താ, അല്ലേ? അങ്ങനെയല്ല. ഭാര്യമാരോട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല നിൽക്കണം, ഓരോട് നല്ല ഉഷാർ നിൽക്കണം, ഓരോട് നല്ല കൈറാണം, ഭാര്യമാരോട് നമ്മൾ പൊരുത്തപ്പെടിക്കണം, ഒക്കെ ചെയ്യണം. അപ്പോഴേ അതൊക്കെ കൂടുള്ളൂ. രണ്ടുകൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കുസുമ്പും തല്ലും കുത്തുവാണെങ്കിൽ എപ്പോഴാണ് പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കാൻ പോണ്? എന്നും കച്ചറേ. പിന്നെ ഓളെ പത്തിരി ഉണ്ടാക്കിയാലും വേണ്ടില്ല, ചിലപ്പോൾ സമൂസയിൽ എന്തെങ്കിലും കിട്ടുമല്ലോ, ഉരുടാട്ട് വരുന്നത് സമൂസാന്റെ ഇഷ്ടത്തിന്. എങ്ങനെയും ഇയാൾ എന്തേട്ടെ കാലിയായിട്ട് എന്നാലും സമാധാനമായിരുന്നു. ഒരു യാസി മര്യാദയ്ക്ക് ഓതും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഓതൂലോല്. കാരണം എന്നും ഓലേറ്റും കച്ചറയാണ്, എന്നും കച്ചറയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടു കൂടെ അൽഹംദുലില്ലാഹ് 2 കാര്യം ഞാൻ പറഞ്ഞു ദാരിദ്ര്യത്തിന്റെ. മൂന്നാമത്തെ കാര്യം പറയാണ്, ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ. ഈ ചിലന്തി വലകൾ റമദാന്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വേലൊക്കെ പറഞ്ഞ് എല്ലാവരും തട്ടിക്കൂട്ടിയിട്ടുണ്ട്. പോരാ, എന്നും തട്ടണം. മാറാലെ കണ്ട അപ്പം തട്ടണം. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യണതൊക്കെ. അതില്ലാത്തതുകൊണ്ട് പൈസ ഇല്ലാത്ത നിങ്ങൾക്ക്, പൈസ ഇല്ലാത്ത അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചിലന്തി വലകൾ തട്ടാത്ത വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു കാരണമാണ് കസറത്തുന്നവും, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾ. അല്ലാഹ് ചിലർ നിസ്കരിച്ചുമ്പോൾ ഉറങ്ങും. ഭയങ്കര പ്രാക്ടീസാണ്. റുക്കൂൻ്റെ നേരത്തെ റുക്കോയി പോകും. നമ്മൾ പാലക്കാട് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉസ്താദ് എൻ്റെ കാക്കാക്ക് മണി വരക്കണം കേട്ടോ, ഓൻ എത്തനുണ്ട്. എന്ത് വെച്ചു? ഓ നിസ്കരിച്ചുമ്പോൾ ഉറങ്ങുന്നത്. അപ്പോൾ റുക്കൂക്കും പോകും, ഈറ്റുകാർക്കും പോകും, മുരേര് പോകുമ്പോൾ തന്നെ. അതിനൊന്നും കുഴപ്പമില്ല. ചൊറക്കുറങ്ങും. ഭയങ്കര പ്രാക്ടീസാണ്. പക്ഷെ അങ്ങനെ കുറേയുള്ള ആളുകളുണ്ട്. ചിലർ ട്രെയിനിലൊക്കെ ഇറങ്ങിയിട്ട് ഓൻ എന്ത് ചെയ്യും? പിന്നെ ഇപ്പുറത്ത് ടിക്കറ്റ് എടുത്ത് ഓൻ പിന്നെ ഉറങ്ങി. അവിടെ ബസ്സിലൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ അങ്ങനെ ഇതിലുണ്ട്. കയ്യൊന്നും പോക്കണ്ട, അങ്ങനെ പൊത്തിയാൽ മതി സ്വന്തം, അല്ലേ? പടച്ചോൻ ഇത് പിന്നെ പറ്റിയാ പറഞ്ഞ്, പിന്നെ പറ്റിയാ പറഞ്ഞ് എപ്പോഴും ഉറങ്ങും. സുബഹി നിസ്കാരം എല്ലാ വക്തിലും കുറച്ച് നേരം തൂണുമ്പോൾ ചാരി കുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങണം. എപ്പോഴും ഇങ്ങനെ ഉറങ്ങാം. പറഞ്ഞാൽ ഭയങ്കര കൈവന്നെയാണത്. എന്നാൽ ഞങ്ങളപ്പം ഒരാൾ ബഗ്ദാദ് പോകുന്ന ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് പണിയൊന്നുമില്ല വരക്കാം. പിന്നെ എന്തെങ്കിലും പണി? ഒന്നുമില്ല. നല്ല മനുഷ്യനാ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്യും? സൂര്യൻ ഉദിച്ചതിന് ശേഷം 9 മണി വരെ ഉറങ്ങും. എന്നിട്ട് പിന്നെ 9 മണിക്ക് നീച്ചു. എന്നിട്ട് പിന്നെ മൂപ്പർ നല്ല ഭക്ഷണമൊക്കെ പെണ്ണുങ്ങളുടെ നാസ്താക്കിയിട്ട് ഞാൻ പിന്നെ ഉറങ്ങും ഉസ്താദെ ഉച്ച വരാൻ. നല്ല മനുഷ്യനാണ്. ഉച്ച വരെ ഉറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ നീച്ച് കുളിച്ചൊക്കെ വൃത്തിയായി ഞാനും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി ഉറങ്ങും. അൽഹംദുലില്ലാഹ് റാഹത്തായി, സന്തോഷം. അത് കഴിഞ്ഞ് അസറിന്റെ ശേഷം ഉറങ്ങൂല. കാരണം എന്താ വെച്ചാൽ ഭ്രാന്താവും.
അതൊക്കെ ഒരു നല്ല മനുഷ്യനാ. മഗ്‌രിബിന് ശേഷം ഇയാൾ ഉറങ്ങൂലേ. അങ്ങനെ അൽഹംദുലില്ലാ പിന്നെയോ ഈശ കഴിഞ്ഞാൽ മൂപ്പര് വേഗം ഹദ്ദാദ് കോതി 11 ഉറക്ക വിത്രൊക്കെ നിസ്കരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ പിന്നെ വേഗം ഉറങ്ങുന്നതാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരും. ഞാൻ ഉറങ്ങാതെ എനിക്കൊരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരാത്ത ആളുകൾ ഗുളി കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇജാസത്ത് വാങ്ങിയാൽ മതി. വെറുതെ ഗുളി കുടിച്ചേണ്ട ആവശ്യമില്ല. ഇയാൾ ഉറങ്ങി തന്നെ വലിയ ഉറക്കൻ. അപ്പം എന്നിട്ട് ചോദിച്ചു, ഞാനിപ്പോൾ ചോദിച്ചു, പിന്നെ എന്നോട് പറഞ്ഞു ഇയാൾ എനിക്കൊരു കട ഉണ്ട് ഉസ്താദ്, ആ കട ഒന്ന് വിറ്റ് പോകണം, അപ്പോൾ ഇല്ലെങ്കിൽ നടത്താൻ കൊടുക്കണം, എന്തെങ്കിലും ജനങ്ങൾ വരക്കണം കേട്ടോ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അസ്മാൽവത് നേർച്ചയാക്കി കൊടുത്താണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിഞ്ഞോട് ഉസ്താദെ ആ കട നടത്താൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അയാൾക്കൊരു സങ്കടം. ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടു വെച്ച് ഞാൻ പറഞ്ഞു ഉറങ്ങന്നെ, ഇനി ഒന്നും ചിന്തിക്കാമല്ലോ. ഇനിയിപ്പോൾ ആ കട എന്തായി എൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ഉറങ്ങണ എത്ര ആളുകളുണ്ട്. ഇത് നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിച്ചണം, ഇത് നിങ്ങളോട് ഈ പെണ്ണുങ്ങൾ ചോദിച്ചണം. എപ്പോഴും ഉറങ്ങുക. പണ്ട് ഏതോ ഒരു മൂലയിൽ വേദ പറഞ്ഞു നോമു സ്വായം ഇബാദാണ്, അങ്ങനെ ഒരു മൂലയിൽ വേദ പറഞ്ഞു എന്ത് ഉറക്കം നോമ്പുകാർക്കൊരു ഇബാദത്താണ് എന്ന്. പടച്ചോനായ റബ്ബേ, ഇപ്പം വേദ പറയില്ല, കാരണം എല്ലാവരും ഉറങ്ങിക്കൊണ്ടാണ്. പിന്നെ എന്തിനാ പറയേണ്ട ആവശ്യം? ഒക്കെ പഴയ കാലത്ത് പറയും എപ്പോഴും ഉറങ്ങാൻ. അത് ആരോടാ പറഞ്ഞാൽ നിങ്ങൾ മുണ്ടിയ പൊറാട്ടാണ്, തൊള്ള തുറഞ്ഞാൽ നുണ പറയും, ബസാദ് പറയും. നമ്മൾ ചിലപ്പോൾ പള്ളിയിലൊക്കെ കൂടി ഇങ്ങനെ ജമാഅത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്, റമദാൻ നോമ്പൊക്കെ നോറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അപ്പോൾ ചങ്ങായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ ചങ്ങായി കണ്ടില്ല റബ്ബേ സുബഹി നിസ്കരിക്കാതെ ഇവന് നിസ്കരിച്ചാൽ മങ്ങണം. അപ്പോൾ റക്കഅത്ത് ഓനാണ് കൊടുത്ത്. പിന്നെ വേറെ ആളിങ്ങനെ പോയി തേപ്പിൻ്റെ പണിക്ക്, ഇപ്പോൾ റമദാൻ മാസമായിട്ടും പണിക്ക് പോവുകയാണല്ലോ ചങ്ങായി, അപ്പോൾ റക്കഅത്ത് ഓനും കൊടുത്ത്. പിന്നെ കുനൂത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അതിനെ ഓതികൾക്ക്, ഓതാത്തവർക്ക് അത് ഉണ്ടാവില്ല. കുനൂത്ത് ഓതുകൾക്ക് അതുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 ആളുകൾക്ക് പിന്നെ കിട്ടി. അപ്പോൾ ആർക്കാ നഷ്ടം? ഇവർക്ക് ലാഭമുള്ളൂ. നമുക്ക് ആ ഭാഗത്ത് മഹ്ശറയിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. ഇതൊക്കെ നമ്മൾ നടക്കണ കേസുകളാണ്, ഇതൊക്കെ നടക്കണ കേസുകളാണ്. നമ്മൾ മുഫ്ലിസ് എന്ന് പറഞ്ഞ പദമുണ്ട്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ തൊലഞ്ഞവൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, തൊലഞ്ഞവൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആരാണ് മുത്തുനബിയെ മഹ്ശറയിൽ മുഫ്ലിസ്? ആരാ മഹ്ശറയിൽ മുഫ്ലിസ്? ആ മഹ്ശറയിൽ മുഫ്ലിസ് ആരാ? ഇന്നെന്താ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഓനെ പുറത്താക്കണം, ഇതല്ലേ ഓനെ അടുത്ത കൂടി എന്തായാലും സർക്കാരിൻ്റെ സെക്രട്ടറി ആക്കാൻ പറ്റില്ല, ഓനെ പറ്റില്ല. ഇങ്ങനെ തുടങ്ങിയ ചർച്ചയാണെങ്കിൽ കൂടാത്തവനെ വെച്ചോളൂ, കൂടാത്തവനെ വെച്ചുള്ളൂ. കൂടിയൊന്നും കിട്ടില്ല, ഒക്കെ ആളുകൾക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. സ്വന്തം നാളൊരു ചങ്ങായി പറഞ്ഞു, ഇങ്ങനെ വയത് പറയുകയാണെങ്കിൽ ഉസ്താദെ ഇങ്ങനെ കുറ്റം കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ മൊത്തം എൻ്റെ വാപ്പാനെ കുറ്റം പറയുകയാണ്. എന്നാൽ കിട്ടണ ആർക്ക് കിട്ടിക്കോളോ? അല്ല ഇവിടെ പുറത്തേക്ക് പോകണ്ട, അല്ല പുറത്തേക്ക് എന്തിനാ കൊടുക്കണേ? നമ്മൾ ആ കഷ്ടപ്പെട്ട് ഇപ്പം ഇത്രയും നേരങ്ങൾ ഇവിടെ ഇരുന്നത്, ഇനി ഇവിടെ കുത്തന്നെ പോകുമ്പോൾ ഇന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ളിൽ നോക്കി കിട്ടും. പോയിക്കൊണ്ട് ഫാനിന് കാറ്റില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പോയാൽ സുബ്ഹാനല്ലാഹ് പോകും. അപ്പോൾ അതുകൊണ്ട് മുണ്ടാതെ പോവാം. അങ്ങനെ മുണ്ടണമെന്നില്ലോടാണ് ഉറങ്ങാൻ പറഞ്ഞത്. അങ്ങനെ മുണ്ടുന്ന മേലെ പോയി ഉറങ്ങിക്കൊണ്ട്, അടിയിറക്കി ഇറങ്ങേണ്ട മേലെ കയറിയിട്ട് അവിടെ പോയി ഉറങ്ങിക്കൊണ്ട്, ഉറങ്ങാനായിട്ടുള്ള റൂം അവിടെ ഉണ്ട് അല്ല. അപ്പോൾ അതുപോലെ പറഞ്ഞ് ചിലർക്ക് അങ്ങനെ എപ്പോഴും പറയണം. പഴയ കാലത്തിന് നോക്കി നിങ്ങൾ എന്തോ ഒരു റാഹത്താണ്. പത്തിരി ഇങ്ങനെ പെരുത്താണ്, നല്ല ഉഷാറിൽ പത്തിരി വരും. ഇന്നെന്ത് പത്തിരി വരുത്തണം, ഇന്നെന്ത് ഓടക്കോയിൽ, ഇന്നെന്ത് പത്തിരിക്കോയിൽ, ഇന്നെന്ത് പല, ഇന്നൊന്നും അതൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് ഹെൽത്ത് നമ്മൾ വളരെ ക്ലിയർ ചെയ്യണം. ഹെൽത്ത് വളരെ ക്ലിയർ. നമ്മൾ എന്തിനാണ് ഈ നോമ്പ് നിൽക്കുന്നത്? ഹെൽത്ത് ക്ലിയർ ആവാനാണ്. സത്യത്തിൽ 12 മാസം 11 മാസം നമ്മൾ ഓടിയ വണ്ടി സർവീസിന് നിർത്തിയതാണ്. ഇപ്പൊ എന്ത് സർവീസ്? മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ തിന്നൽ തുടങ്ങുക. ഒരു 8 സമൂസ, 2 പഴം നിറവ്, ഒരു 4 പത്തിരി, പൊറാട്ട 1, കുഴിമന്തി ഒരു 1/2 സ്പൂണ്, അങ്ങനെയാണ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ ഇനിയിപ്പോൾ തറാവി ഒന്ന് വിശ്രമിച്ചിട്ട് തറാവി നിസ്കരിക്കാം. അപ്പം അങ്ങനെ കുറച്ച് നാരങ്ങളും കൊടുത്താൽ പിന്നെയും കുടിച്ച് അവിടെ കിടന്നുറങ്ങി. അന്നത്തെ തറാവി കിടക്കണമെങ്കിലും സുബ്ഹാനല്ലാഹ്. ഇനി തറാവി നിസ്കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പള്ളിക്ക് ഓടുകയാണെങ്കിൽ ഒരു ബാക്കിയുള്ള ശൈത്താണ്ടാവും അവിടെ നിൽക്കണം. വാടാ ഒരു വത്തക്കളം കുടിച്ചാറ്, ഈ ഒരു ചിക്ക് കുടിച്ചാറ്. അപ്പം അങ്ങനെ അപ്പത്തിനോട് 8 റക്കഅത്തായി. ഇനിയിപ്പോൾ 8 ഇനിയിപ്പോൾ നമുക്ക് വേണം, ഇനിയിപ്പോൾ നാളെ പോവാം. അപ്പോഴും പിറ്റേന്നുണ്ടാവും ഒരു ഔലുമിൽക്കാരാൻ വേറൊരാൾ, എന്തോ ഒരു ഔലുമിൽ, ആ ഔലുമിൽക്ക് തന്നെ ചെയ്താം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡി. അപ്പോൾ 3 ദാരിദ്ര്യം പറഞ്ഞു. ഞാൻ സുബഹിന്റെ ശേഷം ഉറങ്ങണ സംഗതികളെ പറ്റി പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഉറങ്ങിക്കോളി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 4 കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മളൊക്കെ നന്നാവുക. നമ്മൾ തെറ്റിയോലോടൊക്കെ ഉണ്ടെങ്കിൽ തെറ്റിയത് റഹ്മത്തിന്റെ 10 എല്ലാവരോടും റഹ്മത്ത് ചെയ്യും, എല്ലാവരോടും റഹ്മത്ത് ചെയ്യും. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അതിന് അല്ലാഹു നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്തുതിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 10 പുതിയ റഹ്മത്തിനെ ചോദിച്ചു വാങ്ങും വേണം. ആ 10 ഈ 10 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 10 എന്തില്ല? ഇനി ഈ ചാൻസ് ഇല്ല കേട്ടോ, ഈ ചാൻസ് കഴിഞ്ഞു. അത് ഏതുപോലെയാണ്? ഇപ്പം നമ്മൾ പടച്ചോനോട് വേണ്ടി റഹ്മത്ത് ചോദിച്ചോളി. പരമാണെങ്കിൽ പര ചോദിച്ചോളി, LED ബൾബ് ആണെങ്കിൽ LED ബൾബ് ചോദിച്ചോളി, എന്തൊക്കെയോ വേണ്ടി ഒക്കെ നിങ്ങൾ ചോദിച്ചോളി, എല്ലാം അല്ലാഹു തരും. പക്ഷേ അടുത്ത 10 മഗ്ഫിറത്തിന്റെ 10 അവിടെ വേക്കില്ല. ഇതുപോലെ ആധാർ കാർഡിൽ പേര് തിരുത്താൻ വേണ്ടി പറഞ്ഞു. എന്നാൾ പറഞ്ഞ ആധാർ ആദ്യമൊക്കെ നമുക്ക് തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിന്. ആ തിരിച്ചറിയൽ കാർഡ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആധാർ കാർഡ് വരുന്നത്. അപ്പോൾ ഒരു ചങ്ങായി പണിക്കൊക്കെ പോകുന്നോടുന്ന് ഉച്ചക്ക് ഇറങ്ങി ഓൻ്റെ തൊട്ടടുത്ത മദ്രസയിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് ആധാറിൻ്റെ ടീം. അപ്പോൾ ഒരാൾ ഇങ്ങനെ പണിക്ക് നിർത്തി, അതായത് 2 മണിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ നദിയൊക്കെ വന്നു. ആധാർ എടുക്കാൻ വേണ്ടി ജോലിക്ക് പോകണം മെമ്മലേജ്. ഞാൻ ഇന്ന് ഇങ്ങനെ ആധാർ വന്നാൽ ഇനി പൈല്ല ഒരു ഗുരുമാലാണ്ട ഇത് ഫോട്ടോ എടുക്കാൻ പണി നിർത്തി പോകാൻ ഇതൊന്ന് പോകാൻ ചിലക്കാതെ ഇല്ല. ഇപ്പോൾ ആധാർ ലേറ്റ് അല്ല, ഞാൻ എടുത്തില്ലാണ്, എന്നാ പോവാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിയമം വന്നത്, ഗ്യാസ് വേണമെങ്കിൽ എന്ത് വേണം? മറന്നോ നിയമം? ഗ്യാസ് വേണമെങ്കിൽ ആധാർ വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ എവിടേക്ക് പോയാൽ കിട്ടും? ആ സ്കൂളിൽ പോയാൽ കിട്ടുമോ? ഓനെടുക്കോ പോയില്ലേ? പിന്നെ പഞ്ചായത്തും കഴിഞ്ഞ് വില്ലേജിലൊക്കെ പോയി ഒരുപാട് നടത്തേണ്ടി വന്നു. കണ്ടോ? അപ്പൊ റഹ്മത്തിന്റെ 10 കിട്ടേണ്ട സംഗതിയൊക്കെ റഹ്മത്തിന്റെ 10 വാങ്ങണം.
മഗ്ഫിറത്തിന്റെ 10 കിട്ടുന്ന സംഗതിയൊക്കെ കഴിയണം. ഇത്കും മിനന്നാർ, ഈ രണ്ടാളുകൾ റെഡിയായ ആളുകൾക്കാണ് അവസാനത്തെ 10 കരിമ്പിൻ ജ്യൂസ് നല്ല ഉഷാറായിട്ട് വരിക. ഇതിലിങ്ങനെ അരച്ച് റെഡിയായി വരുമ്പോൾ അതിന്റെ നതീജയാണ് അവസാനത്തെ 10. ആ നതീജയാണ് ഇൻഷാ അല്ലാഹ്. ഓനോട് പിന്നെ വർത്താനൊന്നുമില്ല. കാരണം എന്താ, റഹ്മത്തിന്റെ 10 ഓക്കെ, മഗ്ഫിറത്തിന്റെ 10 ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് രണ്ടും റെഡിയായ ഇത്കും മിനന്നാർ ഉറപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അഫു ചെയ്യുക, എല്ലാവരും അഫു ചെയ്യണം ഇൻഷാ അല്ലാഹ്. മരിച്ച ആളുകൾക്കൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഒരാൾ എന്തെങ്കിലും മരിച്ചിട്ടുണ്ടാവും, ഓനെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഞാൻ ഇന്നൊരു മയ്യത്ത് നിസ്കരിച്ച ആളാണ്, ബിച്ചി, അള്ളാഹ് കോയക്കോട്ടൂർ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പഠിച്ചവനെ, അദ്ദേഹം എന്നോട് പള്ളിയിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, തങ്ങളാപ്പ ഒരു 2 റക്അത്ത് എനിക്ക് ഇവിടെ നിസ്കരിച്ചിട്ട് ഇവിടെ മരിച്ചാൽ ഒന്നും ആയിട്ടില്ല. അപ്പം മൂപ്പര് പറഞ്ഞാൽ 4-5 കൊല്ലത്തോളം അൽഹംദുലില്ലാഹ് നിസ്കരിച്ച് ഇന്ന ആൾ മരിച്ചുപോയി, അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ അയാൾക്ക് ഞാൻ ദ്വാരക്കാൻ കാരണം എന്താ, ആരും ലീസ് ചെയ്ത് തന്നിട്ടില്ല, എന്തേ ഞാനിപ്പോൾ ഓർമ്മ വരാൻ കാരണം, അയാൾ ഒരൊറ്റ വാക്കാണ്. എന്നിട്ട് അയാളെ കൊണ്ട് ചെയ്യുന്ന വലിയൊരു സംഭാവന അയാൾ തരുകയും ചെയ്തു. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് എല്ലാവരോടും അഫു ചെയ്യുക. ആദ്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് പൊരുത്തം. ഇന്ന് എല്ലാവരും പോയിട്ട് പെണ്ണുങ്ങളോട് പറയാം, പത്തുവോ ഞാൻ ഒക്കെ പൊരുത്തപ്പെട്ടെന്നാണ് എന്നോട് അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിന് എന്താ ചേരെ? എന്നാ പോയി പറയും. ഇൻഷാ അല്ലാഹ് 60 കൊല്ലം 50 എത്ര കൊല്ലം പെണ്ണിട്ടീര് ഇപ്പായിട്ടുള്ളൂ. വയസ്സ് വെറുതെ അരച്ചങ്ങള് ബേശായ ആളാറ് ഇവിടെ ആരും 30 കൊല്ലം 40 കൊല്ലം തങ്ങളപ്പ ഇങ്ങനെ കുത്തിരിക്കുക. ഞാൻ തന്നെയാണ് തോന കെട്ടിയ ആള്, ഇല്ലേ? സുബ്ഹാന, തോന കെട്ടിയ ആളല്ല, തോന കൊല്ലായത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ ഇളവിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സ്വന്തം ഭാര്യനോട് നമ്മൾ പൊരുത്തപ്പെടിച്ചിക്കണോ? നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ കൽബിനോട് എപ്പോഴെങ്കിലും നിങ്ങളെ ഭാര്യനോട് നിങ്ങൾ പൊരുത്തപ്പെടിച്ചിക്കണോ? എപ്പോഴും പടച്ചോനെ റബ്ബേ, അങ്ങനെ 21-ാം രാവ് നമ്മൾ തൗബ ചൊല്ലിയിട്ടുണ്ട്, 23-ാം രാവിന് തൗബ ചൊല്ലിയിട്ടുണ്ട്, 25-ാം രാവിന് തൗബ ചൊല്ലിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 27-ാം രാവിന് തൗബ ചൊല്ലിയിട്ടുണ്ട്. എല്ലാ ദിവസവും തൗബ ചൊല്ലുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മറ്റുള്ള ആളുകളൊക്കെ പൊരുത്തപ്പെടിക്കണം. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒറ്റയ്ക്ക് വന്നാൽ മതി, ഞാൻ പൊരുത്തപ്പെട്ട് തരും. പക്ഷെ ഭരണം പക്ഷെ ഒന്ന് കാണാൻ നിങ്ങളെ ഓർഡർ പോകും. പക്ഷെ ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ തരൂല തിരിച്ച്. അതൊക്കെ എനിക്കുള്ള എൻ്റെ അക്കൗണ്ടിൽ കയറി ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ മതി. അതെല്ലാം റെഡി. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ആദ്യം ഭാര്യനോട് പൊരുത്തപ്പെട്ട് കൊടുക്കുക. പത്തുവോ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇതിനെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്. ഈ 10 ചുട്ട സമയത്ത് എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോ ആ പെട്ടി തുറക്കണ നേരത്തെ എന്നെ വിടാത്തത് കൊണ്ട് ഈ 10 വരുത്തിയപ്പോ ഇയാളെ കൊണ്ട് കുടുങ്ങി. 4 കുട്ടികളായില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നത്. ഇതൊക്കെ ചെല്ലിയിട്ടുണ്ടോ നിൽക്കുക, പുറത്ത് കേൾക്കൂല, പുറത്ത് കേൾക്കാതെ നിൽക്കുക. അതൊക്കെ എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, റെഡി. അപ്പോൾ അവളും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നല്ല ഉഷാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഈ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ആയുസ് വർദ്ധിക്കും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും ഒരു സമയം ഒരു മജ്‌ലിസിൽ നിന്ന് കണ്ടുമുട്ടിയപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞു, ആ നിൽക്കുന്ന മനുഷ്യൻ, പടച്ചോനെ വീഡിയോ ക്യാമറ മേത്തക്കാ ഓടിയ, ഇയാൾ മരിച്ച എൻ്റെ മേത്തക്കാവും. ആ നിൽക്കുന്ന മനുഷ്യൻ 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നതാണ്. പടച്ചോൻ ആരാ പറയണത്? അസ്രായില. ഒരു അപ്പീലുമില്ല, അസ്രായില പറയണത്. അപ്പൊ ദാവൂദ് നബി ഇങ്ങനെ കാത്തുക്ക, ഈ ചെങ്ങായിന്റെ റൂഹ് പോണ്. അന്നിങ്ങനെ വാട്സപ്പ് ഒന്നും ഇല്ലെന്ന് ഫോർവേഡ് ചെയ്യാൻ. അപ്പൊ റൂഹ് മാത്രം പോകണ മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കിയൊക്കെ റെഡിയാ. ഒരാളെ ബൈക്ക് ആക്സിഡന്റ് ആയാൽ ആദ്യം ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഫോർവേഡ് ചെയ്യണം, അതിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടുമല്ലോ. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇതൊക്കെ നിർത്ത്. ഇതാ ഫോർവേഡിന്റെ ഒരു കൈയുണ്ട്, വിരലുണ്ട്. ഈ വിരൽ ഇങ്ങനെ പറയും, ഇതാ പടച്ചവരെ, ഇവൻ ഒരുപാട് ഫസാദ് ഫോർവേഡ് ചെയ്തവനാണ്, അത് ചെയ്തിട്ടുണ്ട്, സത്യം തന്നെയാണ്, സാക്ഷി ഞാൻ. അല്ലാഹ്, റെഡിയായി. ഓരോ വിരലുകളും ഓരോ അവയവങ്ങളും നാളെ മഹ്ശറയിൽ നമുക്ക് എതിരാകുന്ന ഒരവസ്ഥ വരാനുണ്ട്. അല്ലാഹ്, കോപ്പി അടിച്ച ടീം അങ്ങനെ ഒരു പേപ്പർ മറ്റൊടുത്ത് കൊടുത്ത് മറ്റേ പേപ്പർ അങ്ങോട്ട് കൊടുത്ത് അവിടുന്ന് അങ്ങനെ പോയി. അൽഹംദുലില്ലാഹ് ഞങ്ങളെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ജയിക്കും. എന്തേ കാരണം? കോപ്പി എടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് കിട്ടൂലെങ്കിൽ 10 വരെ എണ്ണല്ല, 1 2 3 4 അങ്ങനെ 10 അവിടെ കുത്തും. അതാ നമ്മുടെ കോപ്പി, അന്നത്തെ കോപ്പി. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അതിനും നേരല്ല, 10 വരെ എണ്ണാനും നേരല്ല, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഒക്കെ പൊരുത്തപ്പെടുക. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം അസ്രായിൽ അലൈഹി സ്വലാം അൽഹംദുലില്ലാഹ് കണ്ടുമുട്ടി പറഞ്ഞപ്പോ 3 ദിവസമായപ്പോൾ ഇയാൾ മരിച്ചിട്ടില്ല. അപ്പൊ ദാവൂദ് നബി കരുതി, അസ്രായിൽ അലൈഹി സ്വലാം ഒരു തമാശ പറഞ്ഞേക്കാണ്. മൂപ്പർക്ക് ഒരു തമാശ ഒക്കെ പറയാലോ, പക്ഷെ അസ്രായിൽ തമാശ നമുക്ക് വേണ്ടായല്ലേ. മൂപ്പർ പോണേ കൂടെ പോയിക്കോട്ടെ, മൂപ്പർ കൂടെ സ്വീകരണം കൊടുക്കണ്ട, പോയിക്കോട്ടെ. മൂപ്പർ വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആർക്കും സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആർക്കാ റൂഹൻ വയസ്സെല്ലാവരും കുറച്ചാണ് പറയാം, വയസ്സെല്ലാവരും കുറച്ച് മരിക്കാൻ പേടിയാണ് നമുക്കൊക്കെ. വയസ്സ് കുറഞ്ഞ് വയസ്സ് കൂടിച്ച് മരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം കരുതി, എന്തേ ഇപ്പം മരിക്കാൻ? അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞാണല്ലോ, പക്ഷെ അത് ഏതായാലും അട്ടഞ്ഞ് പിന്നെ കാണും. അങ്ങനെ പിന്നെ രണ്ടാളും പിന്നെ ഒരു മുടിയടിച്ചിരുന്നത് പിന്നെയും കൂട്ടിക്കോളി കണ്ടപ്പോ, അല്ല അസ്രായിൽ എങ്ങളല്ല പറഞ്ഞത്, അയാൾ 3 ദിവസം കൊണ്ട് മരിക്കുന്നു, പക്ഷെ ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ. അള്ളാഹ്. അപ്പൊ അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു, മൂപ്പരെ റൂഹിനെ പിടിക്കാൻ 3 ദിവസം കൊണ്ട് പിടിക്കാൻ ഒക്കെ പാസ്സായതിന് ഒക്കെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി, എമിഗ്രേഷനെ കഴിഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റിന്റെ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. ഇനി ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നാൽ അപ്പൊ കയറാം. അങ്ങനെ റെഡിയായി ഇങ്ങനെ നിൽക്കണം. ഓനെ ഹൗസ് ഡ്രൈവറാന്ന് കൂട്ടിക്കോ. ഹൗസ് ഡ്രൈവർ ഇങ്ങനെ നോക്കാം, പഠിച്ചോനെ 6 മാസം കഴിഞ്ഞ് നാട്ടിൽ പോയി ഗൾഫിൽ പോയി, ഇനി അറബിന്റെ താഴെ അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി, ഓന്റെ ചെടി അനക്കണം, ഓന്റെ കുട്ടികളെ നോക്കണം, സൂപ്പർ മാർക്കറ്റിൽ പോകണതൊക്കെ പാടെ ആലോചിച്ച് ഭ്രാന്തായി. ഇനി കുട്ടികളെന്ന് കാണും, ബാപ്പനെ കാണും, ഒന്നും കാണും എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നിൽക്കുകയാണ്. അതാണല്ലോ ഫ്ലൈറ്റ്. അങ്ങോട്ട് ഫ്ലൈറ്റ് പോണ ഫ്ലൈറ്റ് ഒക്കെ അനിസ്തേഷ ചെയ്ത മാതിരിയൊക്കെ ഒക്കെ ഉറങ്ങിയോണ്ട.
അങ്ങോട്ട് പോണ ഫ്ലൈറ്റിന്റെ ഒച്ച ഉണ്ടാവില്ല. തിരിച്ചു വരുന്നതോ ഓ ഇന്ന് റബ്ബേ കോഴിക്കോട് എത്രയും മുമ്പ് എന്തോ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കും. അവന്റെ പോയി അവിടെ തന്നെ കോഴിക്കോട് മിനി ബസ് സെറ്റാണ്, നോളെ സിറ്റിക്ക് വരുന്ന ബസ് സെറ്റാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവങ്ങനെ എന്ത് ചെയ്യാണ്, ഇതൊക്കെ റെഡി. അപ്പോഴാണ് നമ്മൾ എയറോസേ ഇരിക്കും, എല്ലാവരും ഇരിക്കാൻ ഇറങ്ങാനായിട്ടില്ല, എല്ലാവരും ഓന്റെ പോയി നേരത്തെ ഇറങ്ങാതെ നിൽക്കുകയാണ്. എന്തൊരു ഇടകാക്ക മലയാളികളുടെ സ്വഭാവ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ കാത്തു നിൽക്കുമ്പോൾ കഫീലും കൊണ്ട് അസ്സലാമു അലൈക്കും കൈഫ ഹാലുക യാ മുഹമ്മദ് അഖ്ബാർ തയ്യിബ് കൈഫ ഹാൽ അൽഹംദുലില്ലാഹ് കൈഫ മദാം കൈഫ ശുഗൽ തമാം അൽഹംദുലില്ലാഹ്. അപ്പൊ നോക്കുമ്പോ പടച്ചാന റബ്ബി ചങ്ങായി ഇപ്പൊ ഇവിടുന്ന് തന്നെ പണി പറയാൻ തുടങ്ങിയോ ഇന്ന് എഴുതി വിളിച്ച് ലോഞ്ചിലിരിക്കല്ലേ. അപ്പൊ ഒരൊറ്റ വാർത്ത, യാ മുഹമ്മദ് അന അദ്ദൈതുകൽ ഇജാദ സലാസ ശുഹർ, എനിക്ക് 3 മാസം കൂടി ലീവ് വന്നിട്ടുണ്ട്. എന്താണ്ടാവും? സുബ്ഹാനല്ലാഹ്. മോലിയേറ്റ് ഇങ്ങനെ പോകാൻ നേരത്തെ പെരിയിലെത്തി ഇപ്പൊ വരണം ആലിസം കണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഓ ഉസ്താദിനോട് ഭയങ്കര സ്നേഹക്കാരം. 3 മാസം കൂടി ലീവ് വന്നിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് യാത്ര പോകണം, അതുകൊണ്ട് 3 മാസം കൂടെ എനിക്ക് ലീവ് വന്നിട്ട് പെരീക്ക് പോയിക്കോ. ഒറ്റ വിളിയപ്പെട്ടു നിങ്ങൾക്ക് പാത്തു അയ്യോടെ ഞാൻ ഇവിടെ സിഗ്നൽ കഴിഞ്ഞാൽ കോഴിക്കോട് എന്നിട്ട് വാ അറബി 3 മാസം കൂടി ലീവ് വന്ന് തന്നെ വെച്ചു. പിന്നെ അവള് ബെൽറ്റും സിഗ്നലും നോക്കിയാ പുതിയാപ്പള വന്നത് 500 ഫൈൻ അടച്ചാ ഒറ്റ വരില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര സന്തോഷമുണ്ട്. ഫ്ലൈറ്റ് ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 മാസം കൂടി ലീവ് കിട്ടി എത്ര ഉണ്ടാവും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമും അസ്രായീൽ അലൈഹി സ്വലാമും സംഭാഷണത്തിൽ പിന്നീട് പറഞ്ഞു, ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ എല്ലാം റെഡിയായിരുന്നു. പക്ഷെ ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ആ മനുഷ്യന്റെ റൂഹ് ഇപ്പോൾ പിടിക്കണ്ട, അദ്ദേഹത്തിന്റെ റൂഹിനെ 20 കൊല്ലം കഴിഞ്ഞിട്ട് പിടിച്ചാ മതി. അറബി കൊടുത്ത് 3 പടച്ചവൻ വലിയ ഗഫീലോന അർബാബ് മാഷാലക്കം 20 കൊല്ലം. എന്താ കാരണം? സുബ്ഹാനല്ലാഹ്. ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചു, അതെന്തേ കാരണം? പിണങ്ങി നിന്നിരുന്ന ഒരാളോട് അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞപ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് തിരിച്ചിങ്ങോട്ടും പറഞ്ഞപ്പോ 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ നന്നാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ 20 കൊല്ലത്തെ ആയുസ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാവരും പോയിട്ട് ഒരു തെറ്റിയാളോട് നന്നാണ്. ഒന്നിക്ക് പള്ളിക്കത്തെ മൂലയരോടെ കാരണം പള്ളിക്കത്തെ മൂലയർ പിരിച്ചിട്ടാക്കുണ്ടാവില്ല. സെക്രട്ടറി പള്ളിന്റെ തീർച്ച സെക്രട്ടറി ഹൗസിനോട് ഒന്നിച്ചു വേണ്ട, സെപ്പറേറ്റ് പോയാൽ മതി. ഈ എന്നാ പോണിച്ചാ അല്ല ഒന്നുമില്ല, മൂലർക്ക് പിതൃ സക്കാത്തിന്റെ പൈസ കൊടുക്കാനേ. അങ്ങനെ അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവരും പോയിട്ട് നന്നാവുക ഇൻഷാ അല്ലാഹ്. നല്ല ഉഷാറായിട്ട് നല്ല മക്കളാവുക. അൽഹംദുലില്ലാഹ്. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉഷാറാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ബാപ്പൻ്റെ ഇമ്മൻ്റെ ഒക്കെ പൊരുത്തം വാങ്ങുക, ഉസ്താദുമാരെ പൊരുത്തം പോകുക. അതാണ് ഏറ്റവും വലിയ എ+. എല്ലാവരും വരക്കാൻ പറയും ഫുൾ എ+ ഇട്ട് എല്ലാ എ+ ഇട്ടാണല്ലോ വരക്കാൻ പറയണ്ടേ. പൊരുത്തം വേണം. ബാപ്പൻ്റെ ഇമ്മൻ്റെയും നമ്മുടെ ടീച്ചർമാർ ഇതൊക്കെ പറയുമ്പോൾ കുറേ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നാവുക, പൊരുത്തം വാങ്ങുക. അല്ലാഹു തആല നമുക്ക് പൊരുത്തം തരട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പള്ളിയുടെ ഖാദിമീങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇവിടെ ഖുർആൻ ഓതുന്ന ആളുകൾ, ഇഫ്താറിന് വരുന്ന ആളുകൾ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. ഇവിടെ കറണ്ട് ബില്ല് മാത്രം സുബ്ഹാനല്ലാഹ് 10-22,000 റുപ്യ ഇവിടെ വേണം. 900 ചില്ലാന ഉറുപ്പ്യ ഇങ്ങനെ വേണം. അത്രയും എന്ത് ചെയ്യണം ഇവിടെ ചെലവുണ്ട്. ഒരു മാസം റമദാൻ അല്ലാത്ത സമയത്ത് 24 ലക്ഷം ഉറുപ്പ്യ ചെലവാ ഒരു മാസം. ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ മുഅ്മിനീങ്ങൾ തരുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ സെൽഫി എടുത്ത് ഇങ്ങനെ പോയാൽ പോരാ. നാളെ ഒരു ചങ്ങായി സെൽഫി എടുത്തിട്ട് നീർച്ചപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഒരു 10 റുപ്യ ഇല്ല. ബാക്കൊക്കെ പോന്ന് ഞാൻ പറയാൻ ഒരു 10 റുപ്യ കിട്ടില്ല. അതില്ല, നമ്മൾ സെൽഫി എടുക്കുന്നത് മാത്രം ടീമാർ എല്ലാം സെൽഫി എടുക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ചോരാൻ കയറാം. അതാണ് ഏറ്റവും നല്ലത്. ഒരു ദിവസം 23,787 റുപ്യ ഒരു ദിവസം ഈ കറണ്ടിന് മാത്രം ചെലവവിടെ. എളുപ്പം അങ്ങനെ ഉസാറിൽ കുത്തിറക്കുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമ്മളെ സെക്യൂരിറ്റി തണുപ്പ് പോരായിട്ട് 2 ഹലാക്കിന്റെ 2 ഫാനുകൾ. എൻ്റെ പേരാണ് ഹലാക്ക് ഫാൻ അല്ലേ. അങ്ങനെ 4 ഫാൻ കറങ്ങാണ്. ഇതിനെത്ര ഒന്നിന് 40,000 റുപ്യ, ഒരു ഫാന് 40,000 റുപ്യാണ് അല്ലേ. അത്ര വില ഉള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഇതിന് സഹകരിക്കണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനരായ ഹക്കീം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.